തോമസ് ചാക്കോയെ കൊന്ന കേസിൽ രാമു കുറ്റക്കാരനായി കോടതി വിധിക്കപ്പെടുന്നു. എന്നാൽ ഗ്രാമത്തിലെ ആളുകൾക്കിടയിൽ അവനൊരു കുറ്റവാളിയല്ല. ഒരു സഹോദരിയുടെ നീതിക്കായി പൊരുതിയ സഹോദരൻ എന്ന നിലയിലാണ് അവനെ ഓർക്കപ്പെടുന്നത്. ജയിൽവാസത്തിനിടെ രാമുവിന്റെ ഉള്ളിൽ വലിയ മാറ്റം സംഭവിക്കുന്നു. പഴയ വേദനകൾ കവിതകളായി മാറുന്നു. അവന്റെ ഗാനങ്ങൾ ഇനി വേദനയുടെ ശബ്ദമാണ്. അവ കേൾക്കുന്നവർക്ക് ഉള്ളിലേക്ക് തൊടുന്ന തരത്തിൽ. ജയിൽ ഭിത്തികൾക്കുള്ളിലും അവനൊരു നല്ല കവിയാവുന്നു. രാമു പോയതിൽ പിന്നെ ലക്ഷ്മിയുടെ ജീവിതം വളരെ നിശബ്ദമായിരുന്നു. ആ സംഭവങ്ങൾക്ക് ശേഷം അവൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. പക്ഷെ അവൾ അവനെ മറന്നില്ല. രാമുവിന്റെ സഹോദരൻ ചന്ദ്രു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം വലിയൊരു തിരിച്ചറിവ് നേടുന്നു. മദ്യപാനം ഉപേക്ഷിച്ച് കുടുംബത്തിന്റെ പാളിച്ചകൾക്ക് കാരണം താനുമാണെന്ന് സമ്മതിച്ച് ഒരു പുതുജീവിതം തുടങ്ങുന്നു. അവൻ ഗ്രാമത്തിൽ ചെറിയൊരു തൊഴിൽ തുടങ്ങി മറ്റുള്ളവർക്കും സഹായം ചെയ്യാൻ തുടങ്ങുന്നു. രാമുവിന്റെ അച്ഛൻ ഭാർഗവൻ വർഷങ്ങൾക്ക് ശേഷം തന്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നു. പക്ഷേ അത് വളരെ വൈകിയാണ്. അവന്റെ ജീവിതം കുറ്റബോധത്തോടെയാണ് അവസാനിക്കുന്നത്. രാമുവിന്റെ അമ്മ തന്റെ മകന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ജയിൽ മോചിതനായി പുറത്തുവരുന്ന രാമുവിനെ കാത്തു നിൽക്കുന്നത് ലക്ഷ്മിയും ചന്ദ്രവുമാണ്. ലക്ഷ്മി മുന്നോട്ട് വന്നു. സംസാരിക്കാൻ കഴിയാത്ത അവൾ കണ്ണുകളിലൂടെ എല്ലാം പറഞ്ഞു. രാമുവിന് കാഴ്ചയില്ലെങ്കിലും അവളുടെ സാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞു. അവൻ നീട്ടിയ കൈ ലക്ഷ്മി പിടിച്ചു. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെ ഉത്തരം പോലെ. അവൾ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇത്രനാളും നീ എനിക്ക് വേണ്ടി നിന്റെ ജീവിതം ബാക്കി വെച്ചോ എന്ന് രാമു അവളോട് ചോദിച്ചു. രാമുവേട്ടനെ ഞാൻ അത്രയ്ക്കും സ്നേഹിക്കുന്നു. രാമുവേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നവൾ മറുപടി പറഞ്ഞു. ചന്ദ്രു അവനോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറഞ്ഞു. വീട്ടിൽ ചെന്നതിനു ശേഷം അമ്മ മകനെ കണ്ട് കെട്ടിപ്പിടിച്ചു. സങ്കടവും സന്തോഷവും നിറഞ്ഞ നിമിഷമായിരുന്നു അത്. രാമുവിന്റെ ഉള്ളിൽ ഇനിയും തീർന്നു പോകാത്ത വേദനകൾ ഉണ്ടായിരുന്നു. തന്റെ സഹോദരി വാസന്തി, അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനിൽ നിന്നും വിട്ടുപോയില്ല. അങ്ങനെയിരിക്കെ അവരുടെ നാട്ടിലെ അമ്പലത്തിലെ പരിപാടിക്ക് രാമു പാടാൻ പോയി. ആ പഴയ ഗാനം അവൻ അവിടെ ആലപിച്ചു. സ്ഥിര വരുമാനം ഒന്നും ഇല്ലാതിരുന്ന രാമുവിനെ കൃഷ്ണേട്ടൻ പല പ്രോഗ്രാമുകളും കണ്ടെത്തി അവനെ അതിലേക്ക് പാടിക്കാൻ കൊണ്ടുപോയി. അവന്റെ ഗാനങ്ങളും കവിതകളും കൊലയാളി എന്ന മുഖമുദ്ര പതിയെ മാറ്റിയെടുത്തു. അവൻ പാടിയത് പ്രതികാരത്തിന്റെ കഥയല്ല, മാപ്പിന്റെ, വേദനയുടെ, മനുഷ്യന്റെ ഉള്ളിലെ നല്ലതിന്റെയും കഥകളായിരുന്നു. ഓരോ പ്രോഗ്രാമുകളിൽ നിന്നും അവൻ പണം സ്വരൂപിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന വാർത്തയാണ് അറിയുന്നത്. വീണ്ടും അവന് ജീവിതത്തിൽ തികച്ചും താൻ അനാഥൻ എന്ന പോലെ തോന്നി. പക്ഷേ ലക്ഷ്മി അവനെ ആശ്വസിപ്പിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം എല്ലാം സാധാരണ സ്ഥിതിയിലായപ്പോൾ കൃഷ്ണേട്ടൻ വീണ്ടും രാമുവിനെ പാട്ടുപാടിക്കാൻ കൊണ്ടുപോയി. അവന്റെ പാട്ടിന്റെയും കഴിവിന്റെയും മികവ് കൊണ്ട് അവനെ ഒരുപാട് അവസരങ്ങൾ തേടിയെത്തി. സിനിമ മുതൽ വിദേശത്തേക്ക് വരെ അവസരങ്ങൾ വന്നെത്തി. പെട്ടെന്നായിരുന്നു പിന്നീട് രാമുവിന്റെ വളർച്ച. അവനോടുള്ള മതിപ്പ് കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടാനുള്ള ഓപ്പറേഷനുള്ള സകല ചെലവും വിദേശത്തെ ഒരു കമ്പനി ഏറ്റെടുത്തു. ഓപ്പറേഷനു ശേഷം രാമുവിന് കാഴ്ച തിരിച്ചു കിട്ടി. അവൻ ആദ്യമായി കണ്ടത് തന്റെ ലക്ഷ്മിയെ തന്നെയാണ്. രാമു പ്രശസ്തനായ ഗായകനായി പിന്നീട് മാറി. ഒടുവിൽ അവന് ബെസ്റ്റ് സിംഗർ അവാർഡ് കിട്ടുന്നു. അവിടെ വെച്ചിട്ട് പഴയ ആ പാട്ട് അവൻ ഓർത്തെടുത്ത് പാടുന്നു. അങ്ങനെയിരിക്കെ ചില പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട് രാമുവിന് പട്ടണത്തിലേക്ക് മാറേണ്ടി വന്നു. സമ്പാദ്യം കയ്യിൽ വന്നപ്പോൾ ആദ്യം അവൻ ഓർത്തത് തന്റെ ലക്ഷ്മിയുടെ ശബ്ദം തിരികെ കിട്ടണമെന്നായിരുന്നു. വിദേശത്ത് പോയി ട്രീറ്റ്മെന്റ് ചെയ്തു. ഒടുവിൽ അവൾക്ക് സംസാരിക്കാനുള്ള ശേഷി ലഭിച്ചു. അവൾ ആദ്യം ഉരുവിട്ട വാക്ക് രാമുവേട്ടൻ എന്നായിരുന്നു. അങ്ങനെ അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. വിവാഹം വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ശാന്തമായി തന്നെ നടന്നു. ഗ്രാമത്തിലെ കുറച്ചാളുകൾ മാത്രം സാക്ഷികളായി. പിന്നീട് രാമു ഒരു ചെറിയ സംഗീത പാഠശാല തന്റെ സഹോദരിയുടെ പേരിൽ തുടങ്ങുന്നു. ദരിദ്ര കുട്ടികൾക്ക് സൗജന്യമായി പാട്ട് പഠിക്കാനും വാദ്യോപകരണങ്ങൾ പഠിക്കാനും അവസരം നൽകുന്നു. ലക്ഷ്മി കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ട സന്തോഷം അവർ ഒരുമിച്ച് വീണ്ടും കണ്ടെത്തി. അവരുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം അതൊരു അവസാനമല്ല, മറിച്ച് വേദനയിൽ നിന്ന് പിറന്ന സ്നേഹത്തിന്റെ തുടർച്ചയാണ്. ഒരു ദിവസം ക്ഷീണവും തളർച്ചയും വന്ന ലക്ഷ്മിക്ക് ഒരു സംശയം തോന്നി.
അവൾ പ്രഗ്നൻസി കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം അവൾ രാമുവിനോട് ഇക്കാര്യം പറയുന്നു. താൻ അച്ഛനാകാൻ പോകുന്നു എന്നറിഞ്ഞ രാമു സന്തോഷം പങ്കുവെക്കുന്നു. അവരുടെ ഇടയിലേക്ക് വരാൻ പോകുന്ന ആ പൊരുന്ന ജീവനു വേണ്ടി അവർ പ്രതീക്ഷയോടെ കാത്തിരിപ്പ് തുടരുന്നു.